പ്ലാന്റ് ശരിയാക്കണം. അവർ ഒരാൾ പണിതുകൊണ്ടിരുന്ന വ്യക്തി മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹത്തിനെ കോൺട്രാക്ട് ഒഴിവാക്കി വേറൊരാളിന് കൊടുക്കാൻ മന്ത്രിയുടെ അധ്യക്ഷതയിൽ വീണ ജോർജ് കൂടി ഇരിക്കുന്ന യോഗത്തിൽ ഞാൻ യോഗം വിളിക്കുകയും അവിടെ വെച്ച് ഞങ്ങൾ തീരുമാനിക്കുകയും ചെയ്തതാണ്. പക്ഷേ അത് PWD ഇതുവരെ അത് സ്പീഡാക്കി തന്നില്ല. നാളെ ഇവരെ അത് സ്പീഡാക്കി എന്നെ അറിയിക്കും. ഇനി കോൺട്രാക്ടർ വന്നാലും ഇല്ലെങ്കിലും KSRTCയുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമ്മളിത് നമ്മളങ്ങ് നേരിട്ടങ്ങ് ചെയ്യും. ലക്ഷക്കണക്കിന് രൂപയാണ് ലാഭിക്കുന്നത്. ഒരു എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ 38 ലക്ഷം രൂപയാവുന്ന ഒരു കാര്യം 8 ലക്ഷം രൂപയ്ക്കാണ് KSRTC ഇപ്പോൾ പണിയുന്നത്. ശബരിമലയിലും നിലയ്ക്കലും ജീവനക്കാർക്ക് വേണ്ടിയിട്ട് ഈ പത്തനംതിട്ടയിൽ നിന്നും ഈ പ്രദേശങ്ങളിലെ ജീവനക്കാർ തന്നെയാണ് പോയിട്ട് അത് മുഴുവൻ റെഡിയാക്കിയത്. അതൊരു റെക്കോർഡ് വേഗത്തിലാണ്. അതായത് 4 ദിവസം ഞാൻ ശബരിമല പമ്പയിൽ വന്ന് 5 ദിവസം കൊണ്ട് അവർ സർവ്വ വർക്കുകളും KSRTC ജീവനക്കാർ നേരിട്ട് ചെയ്യായിരുന്നു. ടൈൽസ് എല്ലാം ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുമായിരുന്നു. അതെല്ലാം അവർക്ക് അതിനൊരു പുതിയ സിസ്റ്റം, ഈ ടെൻഡർ വിളിയും ലേലം വിളിയൊക്കെ നിർത്തി ഇത്തരം വർക്കുകളെല്ലാം നേരിട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരമുണ്ട്. ഈ വെള്ളം വന്ന് ഊറ്റ് വന്നിറങ്ങുന്നതിനെ അങ്ങ് മൂടിയിട്ട് അത് കോൺക്രീറ്റ് ചെയ്തിട്ട് പൊക്കി ചെയ്താൽ മതി. ബസ് പൊക്കിയിട്ടാലും മതിയല്ലോ, ഈ കുഴിയിലിറങ്ങി നോക്കണമെന്നില്ല, പൊങ്ങി നിന്നാലും മതി. അപ്പോൾ പൊക്കി നിൽക്കത്തക്ക രീതിയിലുള്ളത് മറ്റേ മേളവശ കൂര അങ്ങ് മാറ്റും, കൂര മാറ്റിയിട്ട് പൊക്കിയിട്ട് പണിയും, അതൊക്കെ മാറ്റും. ഇതൊന്നും ഒരു പ്രശ്നമാണ്. ഇതൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യാമെന്ന്, ഇതൊക്കെ തുരുമ്പെടുത്ത് തുടങ്ങി. ഇതൊക്കെ മാറ്റുന്നതിനെക്കുറിച്ച് അറിയാം. അതൊക്കെ KSRTC അത്രയും ദാരിദ്ര്യമൊന്നുമില്ല, അതൊക്കെ KSRTC നേരിട്ട് ചെയ്യും. പക്ഷേ വെള്ളം അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് മുനിസിപ്പാലിറ്റി പറഞ്ഞാൽ മതി, അത് മാത്രം. വെള്ളം പമ്പ് ചെയ്ത് കളയാൻ വരെ നമ്മൾ തയ്യാറായി. സോളാർ പമ്പ് വെച്ചിട്ട് 2-3 പമ്പ് വെച്ചിട്ട് ഇപ്പോൾ എറണാകുളത്ത് വെള്ളം കിട്ടുന്നുണ്ട്. അത് ഞങ്ങൾ കളയാൻ സ്ഥലം മുനിസിപ്പാലിറ്റി അവിടുത്തെ കോർപ്പറേഷൻ മേയർ കാണിച്ചു തന്നപ്പോൾ ഞങ്ങൾ റെയിൽവേയുടെ പെർമിഷൻ കൊടുത്തിരിക്കുകയാണ്. റെയിൽവേയുടെ ടാക്കിനടിയിൽ കൂടെ ഒരു കലം കൊണ്ട് അതിലൂടെ വെള്ളം അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഫുൾ ടൈം പമ്പ് വെച്ചിട്ട് വലിയ സമ്പ് പണിയാണ് അവിടെ. സമ്പ് പണിഞ്ഞിട്ട് വെള്ളം അടിച്ച് കളയാം. കാരണം കൊച്ചിയിലെ വെള്ളക്കെട്ട് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അതിനെ വലിയ സമ്പ് പണിതിട്ടും സമ്പിലേക്ക് വെള്ളം ഇറക്കിക്കൊണ്ട് അത് അവിടുന്ന് പമ്പ് ചെയ്ത് പുറത്തേക്ക് കളയാനാണ്. അപ്പോൾ റെയിൽവേയുടെ അനുവാദം ഉടനെ കിട്ടും. കാരണം അടിയിൽ കൂടെ കലങ്ങിനടിയിൽ കൂടെ ഒരു പൈപ്പ് കൊണ്ടുപോകാനാണ് അവിടെ. അപ്പോൾ ആ പൈപ്പ് കൊണ്ടുപോയി അവിടെ അപ്പുറത്തൊരു തോടുണ്ട്, അകലെയുള്ള തോടിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് കളഞ്ഞാൽ അവിടുത്തെ വെള്ളം മാറ്റാനൊക്കെ ഇവിടെയും തയ്യാറാണ്. പക്ഷേ ഇവിടെ ഏത് ഓടയിലാണ് തള്ളേണ്ടത്? ഞാൻ കഴിഞ്ഞ ദിവസം CATUവിൻ്റെ പരിപാടി പങ്കെടുക്കാൻ വന്നപ്പോഴും ആ യോഗം നടക്കുമ്പോഴും ദുർഗന്ധമാണ്. അത് നാണക്കേടാണ് പത്തനംതിട്ടയ്ക്ക് ഈ ദുർഗന്ധം വരുന്നത്. നമ്മളത് പരിഹരിക്കാനാണ് വന്നത്. ആരും ഈ നമ്പറിടാത്ത ഈ ഒറ്റ കാരണം കൊണ്ടാണെന്നാണ് പറയപ്പെടുന്നത്. അതിപ്പോൾ ഏതായാലും ഒരു മാസം എങ്ങനെ ഏത് യുദ്ധകാലാടിസ്ഥാനത്തിൽ അത് പരിഹരിക്കും. ആർക്കാ? അല്ല, അത് ഈ പണി എന്ത് പറ്റിയെന്ന് പണ്ട് തുടങ്ങിയ കെട്ടിടമാണ്. അപ്പോൾ അഗ്നി സുരക്ഷാ നിയമങ്ങൾ മാറി. അപ്പോൾ പണി സമയത്ത് തീർത്തില്ലെന്ന് മാത്രമല്ല, KSRTC മുൻകാലങ്ങളിൽ ഈ പണി തീർത്ത കോൺട്രാക്ടർക്ക് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു കളഞ്ഞു. KSRTC എഞ്ചിനീയർമാർ, അത് PWD ഒന്നുമല്ല, അവരാണ് ചെയ്തത്. അവർ ചെയ്ത രണ്ടാമത് വീണ ജോർജ് നൽകിയ വർക്കുകൾ PWDക്കാണ്. അവരുടെ കോൺട്രാക്റ്റാണ് മരിച്ചുപോയി എന്ന് പറഞ്ഞത് STP ചെയ്യുന്നതാണ്. അതിന് പരിഹാരം കണ്ടിട്ടുണ്ട്. വേറെ ആളിനെ വെച്ച് ചെയ്യുക, അവരല്ലെങ്കിൽ ഒഴിവാക്കി തന്നാൽ മതി. ബാക്കി സിവിൽ വർക്ക് KSRTC ചെയ്യും, നേരിട്ട് ചെയ്യാൻ പോവാം. അപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്തൊക്കെ നേരിട്ടാണ് ചെയ്യുന്നത് വർക്കുകളെല്ലാം. അപ്പോൾ വളരെ കോസ്റ്റ് കുറയുന്നുണ്ട്. 38 ലക്ഷം രൂപ എസ്റ്റിമേറ്റ് എടുത്തൊരു സ്ഥാപനത്തിന് ഒരു സാധനം 8 ലക്ഷം രൂപയ്ക്ക് തീർക്കുകയാണ്. അപ്പോൾ അത്രയും വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് KSRTC വെള്ളം നേരിട്ട് ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ ഒരു ചോർച്ചയുണ്ട് മേളിൽ. അപ്പോൾ ആ ചോർച്ചയുള്ള കെട്ടിടത്തിന് KSRTCയിൽ മുന്നിരുന്ന ഉദ്യോഗസ്ഥന്മാർ, എഞ്ചിനീയർമാർ ഫിറ്റ്നസ് കൊടുത്തപ്പോൾ ആ വ്യക്തിക്ക് പേയ്മെൻറ്റ് മാറി കൊടുക്കണം. പേയ്മെൻറ്റ് മാറി കൊടുക്കാതിരുന്ന കോടതി ഇടപെട്ടു. അങ്ങനെ ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശം പറയാൻ പേയ്മെൻറ്റ് കൊടുത്തു. പക്ഷേ ചോർച്ച അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അതാ എഞ്ചിനീയർമാരാണ്. ഇപ്പോൾ KSRTCയിൽ ഇപ്പോൾ സിവിൽ വിങ്ങിന് വലിയ റോളില്ല. സിവിൽ വിങ്ങൊക്കെ അവസാനിപ്പിച്ചു. ഇനി അത് സിവിലൊന്നും ആരും എടുക്കില്ല. സിവിൽ വിങ്ങിൻ്റെ ആവശ്യം KSRTCയിൽ മെക്കാനിക്കലാണ്. മെയിനായിട്ട് വണ്ടിയുടെ ഓട്ടോമൊബൈൽ മെക്കാനിസമാണ്. അത് ചെയ്യുന്നവർ വേണം. ബാക്കി വർക്കുകളെല്ലാം നമ്മൾ ആളെ നിർത്തി ചെയ്യിക്കുകയാണ്. ഇപ്പം നമ്മൾ ശബരിമലയിൽ ചെയ്ത പോലെ പമ്പയിലും നിലയ്ക്കൽ നിങ്ങൾ പോയി നോക്കുക, എത്ര മനോഹരമായിട്ട് ജീവനക്കാർ കിടക്കുന്ന സൗകര്യങ്ങളൊക്കെ എത്ര മനോഹരമായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. ഇന്നേ വരെ ഇല്ലാത്ത രീതിയിൽ മരപ്പെട്ടിയും ഇതും കയറിയാണ് സ്ഥലം നല്ല വൃത്തിയാക്കി. അത് നല്ല വൃത്തിയായില്ലേ? ഇപ്പോൾ ജീവനക്കാർക്ക് സംതൃപ്തിയല്ലേ? സൈഡിൽ മെഷൊക്കെ അടിച്ച് കുരങ്ങനൊന്നും കയറാത്ത വിധത്തിലെല്ലാം അടിച്ച് വൃത്തിയാക്കി. അതെല്ലാം KSRTC ജീവനക്കാർ തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ 5 ദിവസം കൊണ്ടാണ് ചെയ്തത്. ജീവനക്കാർ തന്നെ പൈസ KSRTC, പക്ഷേ സർവ്വ വർക്കും ജീവനക്കാരാണ് ചെയ്തത്. അവർ തന്നെ ചെയ്യുക. അവരൊരു സൈന്യം പട്ടാളം ഇറങ്ങിയതുപോലെയാണ് അത് ചെയ്തത്. അത് വളരെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഇവിടെയും അത് ചെയ്യാൻ തീരുമാനിച്ചിരിക്കും. ഇതിൽ രണ്ടാലൊന്ന് പരിഹാരം ഉണ്ടാക്കിയിട്ട് ഇനി അടങ്ങുള്ളൂ തീരുമാനിച്ചിട്ടുണ്ട്.